ശബരിമല ദർശനത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം സ്വദേശി AR അനീഷ് ഇനി 7 പേരിലൂടെ ജീവിക്കും. അവയവദാന ശസ്ത്രക്രിയ 3 ആശുപത്രികളിൽ പൂർത്തിയായി. 5 പേർക്കുള്ള അവയവദാനമാണ് ഇന്ന് നടന്നത്. വൃക്കകൾ, ശ്വാസകോശങ്ങൾ, ഹൃദയം, കൈകൾ, നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. കെ അഖിലിന്റെ റിപ്പോർട്ട്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച അനീഷ് ഇനി 7 പേരിലൂടെ ജീവിക്കുമെന്നുള്ളതാണ് പലരുടെയും. ഒരാളുടെ 2 പേരുടെ കാഴ്ചയും അതുപോലെ തന്നെ ഹൃദയമിടിപ്പും ഒക്കെ ആയിട്ട് 7 പേരിലൂടെ ഇനി ജീവിക്കുമെന്ന് അനീഷ് ജീവിക്കാൻ പോകുകയില്ല. അതെ, ഇത് ഞാൻ പറഞ്ഞ ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. വൈദ്യശാസ്ത്രത്തിൻ്റെ അത്ഭുതം എന്നുള്ളത് മാത്രമല്ല, അവർ മനസ്സിൻ്റെ നല്ല ഭാവത്തിൻ്റെ ഒരു അത്ഭുതങ്ങളും കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ബ്രെയിൻ ഡെത്ത് വരുമ്പോൾ ചെയ്യേണ്ടതാണ്, അല്ലെ അതിൻ്റെയുള്ള സൗകര്യങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ മിക്കവർക്കും അറിയാം. പക്ഷെ അതിന് ആൾക്കാർ തയ്യാറാകുക എന്നുള്ളതാണ് ഒരു വലിയ തടസ്സമായിട്ടിരുന്നത്. പക്ഷേ ഇവിടെയാണ് ഈ മരണമടഞ്ഞ ശ്രീ അനീഷിൻ്റെ സഹോദരിമാരായ അഞ്ജുവും ലക്ഷ്മിയും അവരുടെ ബ്രദറിലോ രാജേഷും നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സുമായിട്ട് നന്നായിട്ട് അവരെ വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതികരണം ഇത് ചെയ്യണം. ഹാർഡ് ഡിസിഷനായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വളരെ വൈഷമ്യമുള്ള ഒരു തീരുമാനമാണ് അവരെടുത്തത്. ഇതൊക്കെ അവയവങ്ങളാണ് നമ്മളെ ഈ അനീഷിൽ നിന്നും ചെയ്യുന്നത്. അനീഷിൽ നിന്ന് എടുത്തിരിക്കുന്നത് 6 അവയവങ്ങൾ. 1 ഹൃദയം, 2 ശ്വാസകോശങ്ങൾ, 3 വൃക്ക, 4 നേത്രപടലങ്ങൾ, പിന്നെ കൈപ്പത്തികൾ. മാതൃക ആക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാര്യം നമ്മൾ അനേക വർഷങ്ങളായിട്ട് ഈ ഡിസീസ് ഡോണർ, മരിച്ചുപോയ ഒരാളുടെ അവയവമാറ്റം എന്നുള്ളത് ഏറ്റവും വലിയൊരു സാധ്യതയാണ്. അതെല്ലാവരും അംഗീകരിക്കുകയും അതിനുള്ള സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും ആൾക്കാർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു വലിയ പ്രശ്നമായിട്ട് തീർന്നിരുന്നത്. ചില ദുഷ്പ്രചാരങ്ങൾ, അപ്പോൾ അതിനെതിരെ സർക്കാർ തലത്തിൽ വളരെ സജീവമായിട്ടുള്ള ബോധവൽക്കരണം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഒരു ഫലപ്രാപ്തിയാണ് ഈ കുടുംബം അങ്ങനെ ഒരു തീരുമാനം എടുത്തോടുകൂടി ഒരുപാട് ആൾക്കാരുടെ ജീവിതം തിരിച്ചു വരാനായിട്ടുള്ളൊരു വലിയ മാതൃകയാണ് നമ്മുടെ മുമ്പിൽ നിന്നുണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് പറഞ്ഞതുപോലെ തന്നെ ഈ കുടുംബം വളരെ രീതിയിൽ അവരുടെ ഒരു വൈകാരികമായിരുന്നു ആ ഒരു തീരുമാനമെങ്കിൽ പോലും, അല്ലെങ്കിൽ വിഷമഘട്ടത്തിലാണ് എടുത്തിരുന്നെങ്കിൽ പോലും സഹോദരൻ്റെ ആ ഒരു ആഗ്രഹമായിരുന്നു നടപ്പിലാക്കണമെന്ന കാര്യമായിരുന്നു കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നത്. കുടുംബാംഗങ്ങൾ അത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുകയും ചെയ്തിരുന്നത്. നമ്മളെന്തായാലും കഴിഞ്ഞു, നമ്മുടെ സഹോദരനും പോയി, ജീവിതവും പോയി. അപ്പോൾ അതുവഴി ആർക്കെങ്കിലും ഉപകാരം കിട്ടുവാണെങ്കിൽ, കാരണം എല്ലാവരും അങ്ങ് അറ്റാവുമ്പോഴല്ലേ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അതുവഴി ഒരാൾക്ക് ജീവിതം കിട്ടുവാണെങ്കിൽ ഞങ്ങളെ സഹോദരൻ അതുവഴി ജീവിക്കുമല്ലേ. 8 ജീവനായിട്ട് ഞങ്ങൾക്ക് അവനെ കാണാൻ പറ്റും. അത് തന്നെയാണ് ഞങ്ങളുടെ സന്തോഷം. 2 പേർക്ക് കാഴ്ചയായിട്ടും ഒരാളുടെ ഹൃദയമിടിപ്പായിട്ടും ഒക്കെ തന്നെ അനീഷ് മാറാൻ പോവുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രജിത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.